ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ടുഡേ വി ആർ ഗോയിങ് ടു ദ കണ്ടിന്യൂവേഷൻ ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ്. അതായത് നമ്മൾ ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് നമ്മൾ പഠിച്ചു. ഏതാ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ്? പ്ലാന്റ് ബ്രീഡിംഗ് ഫോർ റെസിസ്റ്റൻസ് ടു ഡിസീസ് അല്ലേ. അതായത് പ്ലാന്റ് ബ്രീഡിംഗ് പല പർപ്പസുകൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ടു ഡിസീസ്, രോഗപ്രതിരോധ ശേഷിയുള്ള പ്ലാന്റ്സുകളുടെ ഉൽപ്പാദനം. ഓക്കെ, രോഗപ്രതിരോധ ശേഷിയുള്ള ക്രോപ്പുകളെ ഉൽപ്പാദിപ്പിച്ചെടുക്കുക, അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അത്തരത്തിൽ രോഗപ്രതിരോധ ശേഷിയുള്ള ചില ക്രോപ്പിനങ്ങളുടെ പേരുകളും ഹൈബ്രിഡ് വെറൈറ്റിയുടെ പേരും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ഓർമ്മ കാണും. ഹിംഗിരി, പുസ സ്വർണിം, പുസ ശുഭ്ര, പുസ സ്നോബോൾ, K1 പുസ, കോമൾ പുസ, സദാബഹാർ, ഇത്തരത്തിൽ പല ടൈപ്പിലുള്ള ബ്രീഡിംഗ് ക്രോപ്പിനങ്ങളുടെ പേര് നമ്മൾ പഠിച്ചു. ഒരു ടേബിൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് സെക്കൻഡ് അഡ്വാൻറ്റേജ് ആണ്. പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്ലാന്റ് ബ്രീഡിംഗ് ഫോർ റെസിസ്റ്റൻസ് ടു ഇൻസെക്ട്സ്. ഇന്ന് കൃഷിക്കാർ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അപ്പം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പല ടൈപ്പിലുള്ള ഇൻസെക്റ്റുകൾ, പെസ്റ്റുകൾ വന്ന് കൃഷിയെ നശിപ്പിക്കാറുണ്ട് അല്ലേ. ഇപ്പം തന്നെ നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ ഇടയ്ക്ക് വെച്ച് വായിച്ചായിരുന്നു, ഉത്തരേന്ത്യയിലൊക്കെ വെട്ടുക്കിളി എന്ന് പറയുന്ന ഒരു ഇൻസെക്റ്റിൻ്റെ വ്യാപകമായ ആക്രമണം ഉണ്ടായി, കൃഷിയിടങ്ങളൊക്കെ നശിച്ചു. അപ്പം ഇത്തരത്തിൽ നമ്മുടെ നാട്ടിലും പല ടൈപ്പിലുള്ള ഇൻസെക്റ്റുകൾ വരുന്നുണ്ട്. അപ്പം ഗ്രാസ് ഹോപ്പർ ആയാലും ജാസിഡ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഒരുപാട് ടൈപ്പ് ഇൻസെക്റ്റുകളുടെ പേര് പറയുന്നുണ്ട്. ജാസിഡ് മീൻസ് നമ്മുടെ പുൽച്ചാടി പോലെ ഇരിക്കുന്ന ഒരു സാധനം തന്നെയാണ്. വണ്ടെന്ന് പറയത്തില്ല, വെട്ടിൽ പോലെ ഇരിക്കുന്ന ഒരു സാധനം. അതുപോലെ ഏഫിഡ്സ് വണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട് ബോറർ ഉണ്ട്. ഫ്രൂട്ട് ബോറർ മീൻസ് ഫ്രൂട്ട്സിനെയൊക്കെ തുറന്ന് നശിപ്പിക്കുന്നവുണ്ട്. സ്റ്റെം ബോറർ ഉണ്ട്, തണ്ട് തുരപ്പൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചാഴിയുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് ടൈപ്പിലുള്ള ഇൻസെക്റ്റുകൾ നമ്മുടെ ഈ ക്രോപ്പുകളെ നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഒരു ഒഴിവാക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് കർഷകർ കൂടുതലായിട്ട് പെസ്റ്റിസൈഡുകളും അതുപോലെ തന്നെ ഇൻസെക്ടിസൈഡുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പെസ്റ്റിസൈഡുകളൊക്കെ. അതായത് നമ്മുടെ വാട്ടറിനെയും അതുപോലെ എയറിനെയൊക്കെ കണ്ടാമിനേറ്റ് ചെയ്യുന്നു, യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോബ്സിനെ നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ മൈൽഡ് ടോക്സിക് ആയിട്ടുള്ള ഇത്തരം പെസ്റ്റിസൈഡുകൾ നമുക്ക് തന്നെ, മനുഷ്യർക്ക് തന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ എൻഡോസൾഫാൻ്റെ ആ ഒരു എഫക്റ്റൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാന്റ് ബ്രീഡേഴ്സ് എന്ത് ചെയ്തു? ഇൻസെക്റ്റുകളെ റെസിസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള പ്ലാന്റ്സിനെ ബ്രീഡിങ് വഴി ഉൽപ്പാദിപ്പിച്ചെടുത്തു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഇൻസെക്റ്റ് റെസിസ്റ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് പ്ലാന്റ്സിന് പ്രകൃതിയാ തന്നെ കുറച്ചൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ആദ്യം പറയുന്നുണ്ട്. കുറച്ചൊക്കെ ആ പ്ലാന്റ്സിൽ തന്നെ കാണും ഇൻസെക്റ്റ് റെസിസ്റ്റിംഗ് പവർ എന്ന് പറയുന്നത്. അതായത് ഇൻസെക്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ് മേ ഷോസ് മോർഫോളജിക്കൽ, ബയോകെമിക്കൽ ഓർ ഫിസിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. പ്രകൃതിയാ തന്നെ ചില ക്യാരക്ടേഴ്സ് കാണും. അപ്പോൾ അതിനെ ബ്രീഡിംഗ് വഴി കൂട്ടിക്കൊടുക്കുക, വർദ്ധിപ്പിക്കുക, അതാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ചില മോർഫോളജിക്കൽ, ഫിസിയോളജിക്കൽ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹെയറി ലീവ്സ് ഇൻ പ്ലാന്റ്സ് റെസിസ്റ്റ് ഇൻസെക്ട്സ്. ചില പ്ലാന്റ്സിന് ഹെയറി ലീവ്സ് ആയിരിക്കും, ലീഫിൽ ചെറിയ ഹെയർസ്, മുള്ളു പോലെ ഇങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ മതി, ചില പ്ലാന്റ്സിൻ്റെയൊക്കെ ലീഫിൻ്റെ സർഫസിലായിട്ട് ചെറിയ ഹെയർ പോലെ, മുള്ളു പോലെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ ഇത്തരം ഹെയർസ് ഉണ്ടെങ്കിൽ ഇൻസെക്റ്റുകൾ അതിൽ വന്ന് ഇരിക്കത്തില്ല. കാരണം ഈ ഹെയർസ് അല്ലെങ്കിൽ മുള്ളു പോലെ ഇരിക്കുന്നത് ഇതിൻ്റെ ദേഹത്ത് കൊള്ളുന്നത് കൊണ്ട് വരാറില്ല. അത് പ്രകൃതിയാ തന്നെയുള്ള ഒരു റെസിസ്റ്റിംഗ് പവറാണ് ഇൻസെക്റ്റുകളെ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, ഹെയറി ലീവ്സ് ഇൻ പ്ലാന്റ്സ് റെസിസ്റ്റ് ഇൻസെക്ട്സ്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇത്തരം ഹെയറി ലീവ്സ് വരുന്ന പ്ലാന്റ്സ്, ഇപ്പം വീറ്റ് അതുപോലെ റൈസിനൊക്കെ ലീഫ് നോക്കിയാൽ ചെറിയ ഹെയർസ് കാണുന്നുണ്ട്, മുള്ളു പോലെ. അപ്പോൾ റെസിസ്റ്റൻസ് ടു ജാസിഡ്സ് ഇൻ കോട്ടൺ പ്ലാന്റിൽ ജാസിഡ് എന്ന് പറയുന്ന ജാസിഡ് എന്ന് പറയുമ്പം ഇൻസെക്റ്റ്, വണ്ടല്ല,
പുൽച്ചാടി പോലെ ഇരിക്കുന്ന ഒരു സാധനം. അപ്പം ഈ ജാസിഡിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി കോട്ടൺ പ്ലാന്റിൽ ഇത്തരത്തിലുള്ള ഹെയർസ് ഉണ്ട്. അതുപോലെ തന്നെ ലീഫ് ബീറ്റിലിന് വണ്ട്, ഈ ലീഫിനെ നശിപ്പിക്കുന്ന ഒരു ടൈപ്പ് വണ്ട്, അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി വീറ്റിലും ഇത്തരത്തിലുള്ള ഹെയർസ് കാണും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന ഹെയറി ലീവ്സ് ഇൻ പ്ലാന്റ്സ്. ഓക്കെ. സെക്കൻഡ് പോയിന്റ്, സോളിഡ് ആൻഡ് സ്മൂത്ത് സ്റ്റെം റെസിസ്റ്റ് ഇൻസെക്ട്സ് ഇൻ വീറ്റ്. വീറ്റിൽ തന്നെയുള്ള മറ്റൊരു അഡാപ്റ്റേഷനാണ്, അല്ലെങ്കിൽ ഇൻസെക്റ്റ് റെസിസ്റ്റിംഗ് പവറാണ് സോളിഡ് ആൻഡ് സ്മൂത്ത് സ്റ്റെം എന്ന് പറയുന്നത്. എന്താണ് കട്ടിയുള്ള സ്റ്റെം അതുപോലെ സ്മൂത്ത് സ്റ്റെം വന്നു കഴിഞ്ഞാൽ ഇൻസെക്റ്റ് അല്ലെങ്കിൽ ഈ ബീറ്റിലിന് ഇതിൽ തുറക്കാൻ പാടായിരിക്കും, അല്ലെങ്കിൽ വന്ന് സ്മൂത്ത് സ്റ്റെം ആണെങ്കിൽ ഇതിൽ ഗ്രിപ്പ് കിട്ടത്തില്ല. അപ്പോൾ അതൊരു പ്രതിരോധ ശേഷിയാണ്, അല്ലെങ്കിൽ ഇൻസെക്റ്റുകളെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു പവറാണ് സോളിഡ് ആൻഡ് സ്മൂത്ത് സ്റ്റെം ഇൻ വീറ്റ്. ഓക്കെ, റെസിസ്റ്റ് ഇൻസെക്ട്സ്. അതുപോലെ നെക്ടർലെസ് കോട്ടൺ ഡു നോട്ട് അട്രാക്റ്റ് ബോൾ വേംസ്. ഇപ്പം കോട്ടൺ പ്ലാന്റിൽ നെക്ടർ എടുക്കാൻ വേണ്ടി ബോൾ വേംസ് വരുന്നുണ്ട്. ബോൾ വേംസ് ഒരു ടൈപ്പ് വേമാണ്. അപ്പോൾ ഈ നെക്ടർ ഇല്ലാത്ത കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോൾ വേംസിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നെക്ടർലെസ്, നെക്ടർ മീൻസ് തേൻ. അതുപോലെ തന്നെ ബയോകെമിക്കലായിട്ടുള്ള ഒരു അഡാപ്റ്റേഷനാണ്. ബയോകെമിക്കൽ അഡാപ്റ്റേഷൻ എക്സാമ്പിളാണ് ഹൈ അസ്പാർട്ടിക് ആസിഡ്, ലോ നൈട്രജൻ ആൻഡ് ഷുഗർ ഇൻ മെയ്സ് റെസിസ്റ്റ് സ്റ്റെം ബോറേഴ്സ്. ഇപ്പം മെയ്സ് പ്ലാന്റിൽ, മെയ്സ് ചോളത്തിൽ ഈ പറഞ്ഞ ബയോകെമിക്കൽ ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് ലോ നൈട്രജൻ, അതുപോലെ ഷുഗർ കണ്ടൻറ്റ്, ലോ ഷുഗർ കണ്ടൻറ്റ്, അതുപോലെ ഹൈ അസ്പാർട്ടിക് ആസിഡ് കണ്ടൻറ്റ്, ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ സ്റ്റെം ബോറേഴ്സ് വരത്തില്ല, അല്ലെങ്കിൽ സ്റ്റെം ബോറേഴ്സിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും പ്ലാന്റ്സിന് പ്രകൃതിയാലുള്ള അഡാപ്റ്റേഷൻസാണ്. അപ്പം ബ്രീഡിങ് വഴി ഇത്തരം അഡാപ്റ്റേഷൻസിനെ, പ്ലാന്റ് ബ്രീഡിങ്ങിലൂടെ ഇത്തരം അഡാപ്റ്റേഷൻസിനെ വർദ്ധിപ്പിക്കാൻ പറ്റുന്നു. അത്തരത്തിൽ ഹൈബ്രിഡ് വെറൈറ്റീസിനെ ഉണ്ടാക്കിയെടുക്കുന്നു. അത് ബ്രീഡിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ്. ഇത്തരത്തിൽ പ്ലാന്റ് ബ്രീഡിങ് വഴി ഇൻസെക്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സിനെ, ഹൈബ്രിഡ് വെറൈറ്റീസിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരം പ്ലാന്റ്സിന് എക്സാമ്പിളും ഏത് ക്രോപ്പിലാണ് ചെയ്തിരിക്കുന്നത്, ഏത് ഇൻസെക്റ്റിനെതിരെ എന്ന ഒരു ടേബിൾ നിങ്ങളെ ടെക്സ്റ്റിലുണ്ട്, അത് വായിച്ചു പഠിക്കുക. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ക്രോപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്ന, ഇൻസെക്റ്റ് റെസിസ്റ്റൻറ്റ് ടൈപ്പാക്കി മാറ്റാൻ പോകുന്ന ഫസ്റ്റ് ക്രോപ്പ് എന്ന് പറയുന്നത് ബ്രാസിക്കയാണ്. ബ്രാസിക്ക മീൻസ് ബ്രാസിക്ക, അല്ലെങ്കിൽ ഒരുപാട് പേരുകളുണ്ട്. റേപ്സീഡ് മസ്റ്റാർഡ്, റേപ്സീഡ് മസ്റ്റാർഡ് കടുക്, ബ്രാസിക്ക കടുകയാണ്. അപ്പോൾ കടുകിൽ നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, അതായത് ഇൻസെക്റ്റ് റെസിസ്റ്റിംഗ് പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എക്സാമ്പിൾ പറയുന്നുണ്ട് ഹൈബ്രിഡ് വെറൈറ്റി പുസ ഗൗരവ്. എന്താ പേര്? പുസ ഗൗരവ്. ഏത് ഇൻസെക്റ്റിനെതിരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഫിഡ്സ്. ഏഫിഡ്സ് എന്ന് പറയുമ്പോൾ വെട്ടിൽ പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ അതിനെതിരെ പുസ ഗൗരവ് എന്ന ഹൈബ്രിഡ് വെറൈറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഏതിലാണ്? ബ്രാസിക്കയിൽ. രണ്ടാമത്തെ എക്സാമ്പിൾ ഫ്ലാറ്റ് ബീനാണ്. ഫ്ലാറ്റ് ബീൻ എന്ന് വെച്ചാൽ പയറിൽ വരുന്നത് തന്നെയാണ്. ഫ്ലാറ്റ് ബീനിൽ പുസാസം 2, പുസാസം 3 ഇങ്ങനെ 2 ടൈപ്പാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 2 ഹൈബ്രിഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, പുസാസം 2ഉം പുസാസം 3യും. ഓക്കെ, ഏതൊക്കെ ഇൻസെക്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാസിഡ്സ്, ഏഫിഡ്സ് ആൻഡ് ഫ്രൂട്ട് ബോറർ. ഓക്കെ, ജാസിഡ്സ് എന്ന് വെച്ചാൽ വെട്ടിലാണ്. നേരത്തെ ഞാൻ ഏഫിഡ്സിന് വെട്ടിലെന്ന് പറഞ്ഞു. ഏഫിഡ്സ് വണ്ടാണ്. ജാസിഡ്സ് എന്ന് പറയുമ്പോൾ വെട്ടിലും, അതുപോലെ ഏഫിഡ്സ് എന്ന് പറയുന്ന വണ്ട്, ആൻഡ് ഫ്രൂട്ട് ബോറർ, ഫ്രൂട്ടിനെ തുറന്ന് നശിപ്പിക്കുന്നവ. ഇത്തരം ഇൻസെക്റ്റിനെതിരെ ഫ്ലാറ്റ് ബീനിൽ പ്രൊഡ്യൂസ് ചെയ്തതാണ് പുസാസം 2, പുസാസം 3. ഓക്കെ, ലാസ്റ്റ് വൺ ഒരെണ്ണം കൂടി പഠിക്കാനുണ്ട്. ഒക്ര അല്ലെങ്കിൽ ബിണ്ടി. ഒക്ര അല്ലെങ്കിൽ ബിണ്ടി എന്ന് വെച്ചാൽ വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്കയിൽ 2 ഇൻസെക്റ്റ് റെസിസ്റ്റൻറ്റ് ടൈപ്പ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, പുസ സവാനിയും പുസ A4ഉം. ഏതൊക്കെയാണ്? പുസ സവാനി ആൻഡ് പുസ A4. ഏതൊക്കെ ഇൻസെക്റ്റിനെതിരെ എന്ന് ചോദിച്ചാൽ ഷൂട്ട് ആൻഡ് ഫ്രൂട്ട് ബോറർ, അല്ലേ? തണ്ട് തുരപ്പനും അതുപോലെ ഉള്ള ടൈപ്പ് വണ്ടുകൾക്കെതിരെയാണ് ഈ പുസ സവാനിയും പുസ A4ഉം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ കുറച്ചെണ്ണത്തിൻ്റെയൊക്കെ ചിത്രം ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് തേർഡ് അഡ്വാൻറ്റേജിലേക്ക് പോകാം പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്ലാന്റ് ബ്രീഡിംഗ് ഫോർ ഇംപ്രൂവ്ഡ് ന്യൂട്രീഷണൽ ക്വാളിറ്റി. പ്ലാന്റ് ബ്രീഡിങ് ന്യൂട്രിയൻസിൻ്റെ അളവ് ക്രോപ്സിൽ കൂട്ടാനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പൊതുവിൽ നമ്മൾ പഠിക്കുന്നത് ബയോ ഫോർട്ടിഫിക്കേഷൻ എന്ന പേരിലാണ്. ബയോ ഫോർട്ടിഫൈഡ് ക്രോപ്സ് മീൻസ് ഇത്തരത്തിൽ
ബ്രീഡിങ്ങിലൂടെ ന്യൂട്രിയൻസിൻ്റെ അളവ് കൂട്ടി ഉൽപ്പാദിപ്പിക്കുന്നവയാണ് ബയോഫോർട്ടിഫൈഡ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് ബയോഫോർട്ടിഫിക്കേഷൻ. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ എന്താ ബയോഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്? പ്ലാന്റ് ബ്രീഡിംഗ് ഫോർ ഇംപ്രൂവ്ഡ് ന്യൂട്രീഷണൽ ക്വാളിറ്റി. അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: ബയോഫോർട്ടിഫിക്കേഷൻ ഈസ് ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ന്യൂട്രീഷണൽ ക്വാളിറ്റി ഓഫ് ക്രോപ്സ് ടു ഇംപ്രൂവ് പബ്ലിക് ഹെൽത്ത്. എന്താണ്? ബയോഫോർട്ടിഫിക്കേഷൻ ഈസ് ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ന്യൂട്രീഷണൽ ക്വാളിറ്റി ഓഫ് ക്രോപ്സ് ടു ഇംപ്രൂവ് പബ്ലിക് ഹെൽത്ത്. ഓക്കെ, അതായത് ബയോഫോർട്ടിഫിക്കേഷൻ വഴി ന്യൂട്രിയൻസിൻ്റെ അളവ്, ന്യൂട്രിയൻ്റ് ക്വാളിറ്റി കൂട്ടുക മീൻസ് ഇവിടെ പറയുന്നുണ്ട് ബയോഫോർട്ടിഫിക്കേഷൻ എയിംസ് ടു ഇംപ്രൂവ് പ്രോട്ടീൻ കണ്ടൻറ്റ് ആൻഡ് ക്വാളിറ്റി, അതായത് പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക, ലിപ്പിഡ് കണ്ടൻറ്റ് ആൻഡ് ക്വാളിറ്റി, ലിപ്പിഡ്സിൻ്റെ അളവ് കൂട്ടുക, വൈറ്റമിൻ ആൻഡ് മിനറൽ കണ്ടൻറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള വൈറ്റമിൻ ആൻഡ് മിനറൽ കണ്ടൻറ്റ്, ഇത്തരത്തിലുള്ള ന്യൂട്രിയൻസ് അളവ് കൂട്ടുന്നതിനെയാണ് പ്ലാന്റ് ബ്രീഡിംഗ് ഫോർ ഇംപ്രൂവ്ഡ് ന്യൂട്രീഷണൽ ക്വാളിറ്റി അല്ലെങ്കിൽ ബയോഫോർട്ടിഫിക്കേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്ലാന്റ് ബ്രീഡിങ്ങിന് വഴി ന്യൂട്രീഷണൽ ക്വാളിറ്റി കൂട്ടുന്ന നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ് ന്യൂഡൽഹി. എന്താ പേര്? ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, IARI. അതിൻ്റെ ഷോർട്ട് ഫോമാണ് IARI. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇതേപോലെ മറ്റൊരു സ്ഥാപനം കൂടി നമ്മൾ പഠിക്കുന്നുണ്ട് നേരത്തെ. ഏതാ? IRRI, ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അല്ലേ? IRI ഒക്കെ ഉണ്ടാക്കിയ റൈസ് പ്രൊഡ്യൂസ് ചെയ്ത ഒരു റിസർച്ച് സെൻ്ററാണ് ഫിലിപ്പൈൻസിൽ. ഇതാണെങ്കിൽ IARI ആണ്, അതായത് ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൊഡ്യൂസ് ചെയ്ത ചില ബയോഫോർട്ടിഫൈഡ് ക്രോപ്പ് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. വൈറ്റമിൻ A എൻറിച്ച്ഡ് ക്യാരറ്റ്, സ്പിനാച്ച്, പംകിൻ. വൈറ്റമിൻ A കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ക്യാരറ്റ്, അതുപോലെ സ്പിനാച്ച്, പംകിൻ ഇവയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ C എൻറിച്ച്ഡ് ആയിട്ടുള്ള മസ്റ്റാർഡ്, ടൊമാറ്റോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വൈറ്റമിൻ C കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന കടുക്, തക്കാളിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അയൺ ആൻഡ് കാൽഷ്യം എൻറിച്ച്ഡ് സ്പിനാച്ച് ആൻഡ് ബാത്തുവ. അയണും കാൽഷ്യവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ചീരയും, അതുപോലെ ബാത്തുവ ലീഫാണ്, കഴിക്കുന്ന ലീഫാണ്, ഇവയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം കൂടി പറയുന്നുണ്ട്, പ്രോട്ടീൻ എൻറിച്ച്ഡ് ബീൻസ്. പ്രോട്ടീൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ബീൻസ് തന്നെ പല ടൈപ്പ് പറഞ്ഞിരിക്കുന്നു: ബ്രോഡ്, ലബ്, ഫ്രഞ്ച് ബീൻസ് ആൻഡ് ഗാർഡൻ പീസ്. ഓക്കെ, ഇവയെല്ലാം പല ടൈപ്പിലുള്ള ബീൻസാണ്. ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയുന്നു: ബ്രോഡ്, ലാബ്, ഫ്രഞ്ച് ബീൻസ് ആൻഡ് ഗാർഡൻ പീസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ചിലതിൻ്റെയൊക്കെ ചിത്രങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്, വ്യക്തമായിട്ട് നോക്കുക കേട്ടോ. ബയോഫോർട്ടിഫിക്കേഷൻ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് വീറ്റ് വെറൈറ്റിയായ അറ്റ്ലസ് 66, ഗോതമ്പിൽ വരുന്ന അറ്റ്ലസ് 66 എന്ന ഹൈബ്രിഡ് വീറ്റ് having high protein content used for improving cultivated wheat. ഓക്കെ, അതായത് ബയോഫോർട്ടിഫൈഡ് വീറ്റിന് എക്സാമ്പിളാണ് പ്രോട്ടീൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള അറ്റ്ലസ് 66. ഓക്കെ, അതും എക്സാമിന് ചോദിക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ 1-2 ചെറിയ ക്വസ്റ്റ്യൻസ് കൂടി അവശേഷിക്കുന്നുണ്ട്. അതിലൊരെണ്ണമാണ് സിംഗിൾ സെൽ പ്രോട്ടീൻ, അല്ലെങ്കിൽ SCP എന്ന് പറയാം. സിംഗിൾ സെൽ പ്രോട്ടീൻ, SCP. അതായത് ഈ ക്രോപ്പിനങ്ങളല്ലാതെ നമ്മൾ മൈക്രോബിയൽ ബയോമാസ് ഫുഡായിട്ട് ഉപയോഗിക്കും. ഭാവിയിലെ ഫുഡ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് സിംഗിൾ സെൽ പ്രോട്ടീൻ. ലോവർ ഗ്രൂപ്പുകളെ ഫുഡായിട്ട് ഉപയോഗിക്കുന്നു, അതിനെയാണ് സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: സിംഗിൾ സെൽ പ്രോട്ടീൻ ഈസ് എ മൈക്രോബിയൽ ബയോമാസ് having high quality proteins, minerals, fat, carbohydrate and vitamins. They serve as valuable food. Okay, ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയുന്നു: സിംഗിൾ സെൽ പ്രോട്ടീൻ ഈസ് എ മൈക്രോബിയൽ ബയോമാസ് റിച്ച് ഇൻ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻസ്, മിനറൽസ്, ഫാറ്റ്സ്, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് വൈറ്റമിൻസ്. ഓക്കെ,
അപ്പോൾ ഇത് ഫുഡായിട്ട് ഉപയോഗിക്കുന്ന ഇത്തരം മൈക്രോബിയൽ ബയോമാസുകളെയാണ് സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, പല ടൈപ്പിലുള്ള മഷ്റൂംസ് പറയുന്നുണ്ട്. ഇതിലൊക്കെ ഈ പറഞ്ഞ ക്വാളിറ്റി ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ സ്പൈറുലീന എന്ന ആൽഗെ പറയുന്നുണ്ട്, അഗാരിക്കസ് എന്ന മഷ്റൂം പറയുന്നുണ്ട്, ക്ലോറല്ല എന്ന ആൽഗെ പറയുന്നുണ്ട്, മെത്തൈലോഫിലസ് മെത്തൈലോട്രോപ്പസ്. എന്താണ് മെത്തൈലോഫിലസ് മെത്തൈലോട്രോപ്പസ്? ഒരു പ്രാവശ്യം കൂടി, മെത്തൈലോഫിലസ് മെത്തൈലോട്രോപ്പസ് ബാക്ടീരിയ. ഇതും സിംഗിൾ സെൽ പ്രോട്ടീനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് പഠിക്കുക. അടുത്തതായി അഡ്വാൻറ്റേജസ് ഓഫ് സിംഗിൾ സെൽ പ്രോട്ടീനാണ്. അതിൽ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സോഴ്സസ് ഓഫ് വൈറ്റമിൻസ്, പ്രധാനമായിട്ടും ബി കോംപ്ലക്സ്. ഇതിൽ ധാരാളമായിട്ട് ബി കോംപ്ലക്സ് വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്നു. അതുപോലെ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ത്രൂ ഔട്ട് ദ ഇയർ. നമുക്ക് ഏത് ഇയറിൽ ഏത് കാലാവസ്ഥയിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെ കൾച്ചർ ചെയ്ത് എടുക്കാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു നേട്ടമാണ്. അതുപോലെ വേസ്റ്റ് മെറ്റീരിയൽസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം മഷ്റൂം കൾച്ചറിൽ തന്നെ സ്ട്രോയും, അതായത് വൈക്കോലും ആനിമൽ മാനുവറും സീവേജും വേസ്റ്റ് വാട്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നവയൊക്കെ. അപ്പോൾ അത് ഇതിൻ്റെ ഒരു നേട്ടമാണ്. വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്നും ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കൂടാതെ ഇറ്റ് റെഡ്യൂസസ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, റീസൈക്ലിംഗ് ഓഫ് മെറ്റീരിയൽസ്, അതിനൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ സിംഗിൾ സെൽ പ്രോട്ടീൻ ഗ്രോ ഫാസ്റ്റർ ആൻഡ് പ്രൊഡ്യൂസ് ലാർജ് ക്വാണ്ടിറ്റീസ് ഫ്രം സ്മോൾ ഏരിയ. അപ്പം കുറച്ച് ഏരിയയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ കൾച്ചർ ചെയ്തെടുക്കാൻ പറ്റുന്നു. അതും ഇതിൻ്റെ ഒരു നേട്ടമായിട്ട് പറയുക. ഓക്കെ, നമുക്കിനി പഠിക്കേണ്ട എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചർ എന്താണെന്ന് പഠിക്കണം. എന്താണ് ടിഷ്യൂ കൾച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് വാസ് ഫസ്റ്റ് ഡെവലപ്ഡ് ബൈ ജി ഹേബർലാൻഡ്. ജി ഹേബർലാൻഡ് എന്ന സയൻറ്റിസ്റ്റാണ് ഫാദർ ഓഫ് ടിഷ്യൂ കൾച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, എന്താ പേര്? ജി ഹേബർലാൻഡ്. എന്താണ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ എന്ന് ചോദിച്ചാൽ, പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ഈസ് ഡിഫൈൻഡ് ആസ് ദ മെയിൻ്റനൻസ് ആൻഡ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ് സെൽ ടിഷ്യൂ ആൻഡ് ഓർഗൻ വിത്തിൻ എ സ്യൂട്ടബിൾ കൾച്ചർ മീഡിയം ഇൻ വിട്രോ. അതായത് ഒരു വെസലിലോ, ഇൻവിട്രോ മീൻസ് ഒരു വെസലിലോ ഒരു ടെസ്റ്റ് ട്യൂബിലോ ഒരു കണ്ടെയ്നറിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സെല്ലോ അല്ലെങ്കിൽ ഓർഗനോ ടിഷ്യൂവോ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. ഇതിനെയാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം കൂടി ഞാൻ ഡെഫിനിഷൻ പറയുന്നു. പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ഈസ് ഡിഫൈൻഡ് ആസ് ദ മെയിൻ്റനൻസ് ആൻഡ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ് സെൽ ടിഷ്യൂ ആൻഡ് ഓർഗൻ വിത്തിൻ എ സ്യൂട്ടബിൾ കൾച്ചർ മീഡിയ. ഇതിനു വേണ്ടി നമ്മൾ മണ്ണിന് പകരമായിട്ടൊരു കൾച്ചർ സൊല്യൂഷൻ എടുക്കുന്നു. ഇൻവിട്രോ മീൻസ് ഒരു ടെസ്റ്റ് ട്യൂബിലോ വെസലിലോ ആണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സെല്ലോ അല്ലെങ്കിൽ ടിഷ്യൂവോ ഓർഗനോ പ്ലാന്റ് ഓർഗനോ എടുത്തുകൊണ്ടാണ്, ഏത് പാർട്ടിൽ നിന്ന് വേണോ നമുക്ക് ഈ സെല്ലോ ടിഷ്യൂ എടുക്കാം. ലീഫിൽ നിന്നോ റൂട്ടിൽ നിന്നോ സ്റ്റെമ്മിൽ നിന്നോ മെരിസ്റ്റത്തിൽ നിന്നോ ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു സെല്ലിനാണ് ഒരു കംപ്ലീറ്റ് ഒരു ടോട്ടൽ പ്ലാന്റായിട്ട് മാറാൻ കഴിയുന്നത്. ആ ഒരു കപ്പാസിറ്റിയാണ് ടോട്ടി പൊട്ടൻസി എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താ ടോട്ടി പൊട്ടൻസി? ദ എബിലിറ്റി ഓഫ് പ്ലാന്റ് സെൽ ഓർ ടിഷ്യൂ ടു ഡെവലപ്പ് ഇൻ ടു എ കംപ്ലീറ്റ് പ്ലാന്റ്. ദ എബിലിറ്റി ഓഫ് എ പ്ലാന്റ് സെൽ ഓർ ടിഷ്യൂ ടു ഡെവലപ്പ് ഇൻ ടു എ കംപ്ലീറ്റ് പ്ലാന്റ് ഈസ് കോൾഡ് ടോട്ടി പൊട്ടൻസി. നമ്മൾ എടുക്കുന്ന പ്ലാന്റ് സെല്ലോ ടിഷ്യൂവോ ഓർഗനെയോ നമുക്ക് വിളിക്കാം എക്സ്പ്ലാന്റ്. എന്തെന്ന് പറയും? എക്സ്പ്ലാന്റ്. എക്സ്പ്ലാന്റ് എന്ന് വെച്ചാൽ നമ്മൾ ലീഫിൽ നിന്നോ റൂട്ടിൽ നിന്നോ സ്റ്റെമ്മിൽ നിന്നോ മെരിസ്റ്റത്തിൽ നിന്നോ ഒക്കെ സെല്ല് എടുക്കുന്നു. അതിനെയാണ് എക്സ്പ്ലാന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ടിഷ്യൂ കൾച്ചറിൻ്റെ പ്രത്യേകത തന്നെ പ്രൊഡ്യൂസസ് ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് ഇൻ എ വെരി ഷോർട്ട് ഡ്യൂറേഷൻ. ഒരു സെല്ലിൽ നിന്നും ഒരു കൂട്ടം പ്ലാന്റ്സ് തൈകളാണ് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. ഒരു ചെറിയ സമയം കൊണ്ട് കുറേ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ നമുക്ക് വിളിക്കാം മൈക്രോ പ്രൊപ്പഗേഷൻ. അപ്പോൾ എന്താ മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്? ടിഷ്യൂ കൾച്ചർ ടെക്നിക്ക് പ്രൊഡ്യൂസസ് ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് ഇൻ എ ഷോർട്ട് ഡ്യൂറേഷൻ. സോ ഇറ്റ് ഈസ് കോൾഡ് മൈക്രോ പ്രൊപ്പഗേഷൻ. ഇനി കിട്ടുന്ന തൈകളെല്ലാം, അതായത് പ്ലാന്റ്ലെറ്റുകളെല്ലാം ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ടു ദ പേരൻസ്. ദ ഡോട്ടർ പ്ലാന്റ്സ് ആർ ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ടു ദ പേരൻസ്. സോ ഇറ്റ് ഈസ് കോൾഡ് സോമാ ക്ലോൺസ്. അതുകൊണ്ട് നമുക്കിവയെ വിളിക്കാം സോമാ ക്ലോൺസ് എന്ന് പറയാം. ഓക്കെ, ഇനി കണ്ടീഷൻസ് ഓഫ് പ്ലാന്റ് ടിഷ്യൂ കൾച്ചറാണ്. ടിഷ്യൂ കൾച്ചറിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഏതൊക്കെയാണ്? ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എക്സ്പ്ലാന്റ്. എക്സ്പ്ലാന്റ് എന്ന് വെച്ചാൽ എന്താ?
The cell or tissue or organ used in tissue culture is called explant. Okay. It may be taken from any part of the plant body. പ്ലാന്റ്സിൻ്റെ ഏത് പാർട്ടിൽ നിന്ന് വേണോ ഇതിനെ സെലക്ട് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് കൾച്ചർ മീഡിയം അല്ലെങ്കിൽ ന്യൂട്രിയൻറ്റ് മീഡിയം വേണം. അതായത് ഇത് ഈ സെല്ലിന് വളരാൻ ആവശ്യമായ എല്ലാ കണ്ടീഷൻസും എല്ലാ ന്യൂട്രിയൻസും പ്രൊവൈഡ് ചെയ്യുന്നതാണ് കൾച്ചർ മീഡിയം. ഈ ന്യൂട്രിയൻറ്റ് മീഡിയം അല്ലെങ്കിൽ കൾച്ചർ മീഡിയത്തിൽ ഈ സെല്ലിന് വളരാൻ ആവശ്യമായ, അതായത് ഒരു സെല്ലാണ് ഒരു കംപ്ലീറ്റ് പ്ലാന്റ് ആയിട്ട് മാറുന്നത്, അതിനാവശ്യമായ എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിരിക്കുന്നു. അതായത് കൾച്ചർ മീഡിയം കണ്ടെയ്ൻസ് സുക്രോസ്, ഇനോർഗാനിക് സോൾട്ട്, വൈറ്റമിൻസ്, അമിനോ ആസിഡ് ആൻഡ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ലൈക്ക് ഓക്സിൻസ്, സൈറ്റോകൈനിൻസ്. ഓക്കെ, ഗ്രോത്ത് ഹോർമോൺസ് ആയ ഓക്സിനും സൈറ്റോകൈനിനും ഒക്കെ ഏതിലടങ്ങിയിട്ടുണ്ട്? ന്യൂട്രിയൻറ്റ് മീഡിയം അല്ലെങ്കിൽ കൾച്ചർ മീഡിയത്തിൽ അടങ്ങിയിരിക്കുന്നു. അതായത് ഈ സെല്ലിന് വളരാൻ ആവശ്യമായ എല്ലാ കണ്ടീഷൻസും ഉണ്ട്. എക്സാമ്പിളായിട്ട് അഗർ അഗർ പറയുന്നു. അതായത് ആൽഗയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് അഗർ അഗർ. അഗർ അഗർ കൾച്ചർ മീഡിയമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ടിഷ്യൂ കൾച്ചറിന് എല്ലാം ആർട്ടിഫിഷ്യലായിട്ടാണ് നമ്മൾ ലബോറട്ടറിയിൽ സപ്ലൈ ചെയ്യുന്നത്. കൺട്രോൾഡ് ലൈറ്റ്, ടെമ്പറേച്ചർ, പ്രോപ്പർ എയറേഷൻ, ഇതെല്ലാം ടിഷ്യൂ കൾച്ചറിന് ആവശ്യമായിട്ടുള്ള കണ്ടീഷൻസാണ്. ഇനി ഇതിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ടേമാണ് കാലസ് എന്ന് പറയുന്നത്. ഒരു സെല്ല് കൾച്ചർ മീഡിയത്തിലിട്ട് ആ സെല്ല് ഡിവൈഡ് ചെയ്ത് ഒരു കൂട്ടം സെൽസായിട്ട് മാറും. അതിൽ നിന്നാണ് ഓരോ പ്ലാന്റ്ലെറ്റുകൾ പിന്നീട് ടോട്ടി പൊട്ടൻസി വഴി ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം ഗ്രൂപ്പ് ഓഫ് സെൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്ലെറ്റ്സിനെയാണ് കാലസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം കാലസ് ഈസ് എ ക്ലസ്റ്റർ ഓഫ് സെൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചർ വഴി ഒരു സെല്ലിൽ നിന്നുണ്ടാകുന്ന ഒരു കൂട്ടം കോശങ്ങളെയാണ് കാലസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ടിഷ്യൂ കൾച്ചറിന് വേണ്ടി നമ്മൾ പല പാർട്സും ഉപയോഗിക്കുന്നുണ്ട്. അതായത് ലീഫ്, സ്റ്റെമ്മ്, അതൊക്കെ ഞാൻ പറഞ്ഞു, മെരിസ്റ്റവും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം മെരിസ്റ്റം കൾച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് മെരിസ്റ്റം കൾച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് ദ ഷൂട്ട് മെരിസ്റ്റം ഈസ് യൂസ്ഡ് ആസ് എക്സ്പ്ലാന്റ് ഇൻ എ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ. ഒരു ടിഷ്യൂ കൾച്ചറിൽ ഷൂട്ട് മെരിസ്റ്റമാണ് എക്സ്പ്ലാന്റ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ, അതായത് ഷൂട്ടിൻ്റെ ടിപ്പ്, സ്റ്റെമ്മിൻ്റെ ടിപ്പിലുള്ള മെരിസ്റ്റമാറ്റിക് സെൽസ് എടുത്ത് അത് എക്സ്പ്ലാന്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് മെരിസ്റ്റം കൾച്ചർ എന്ന് പറയാം. മെരിസ്റ്റം കൾച്ചറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വൈറസ് ഫ്രീ ആണ്. വൈറസ് ഫ്രീ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് മെരിസ്റ്റം കൾച്ചർ വഴി ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഒരു വൈറൽ ഡിസീസ്ഡ് പ്ലാന്റ് ആണെങ്കിൽ അതിൻ്റെ അവസാനം അഫക്റ്റ് ചെയ്യുന്ന പാർട്ട് മെരിസ്റ്റോയിരിക്കും. അപ്പോൾ മെരിസ്റ്റം കൾച്ചർ വഴി വൈറസ് ഫ്രീ ആയിട്ടുള്ള പ്ലാന്റ്സിനെ നമുക്ക് കൾച്ചർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു നേട്ടമായിട്ട് പറയാൻ പറ്റും. ഈ ടിഷ്യൂ കൾച്ചറിൻ്റെ അഡ്വാൻറ്റേജസ് ഒരുപാടുണ്ട്. ഒരേ സമയം തന്നെ നമുക്ക് കൂടുതൽ പ്ലാന്റ്സിനെ ഒരു ഷോർട്ട് പീരീഡിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. ഡിസീസ് റെസിസ്റ്റിംഗ് പവറുള്ള പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ടൊമാറ്റോ, അതുപോലെ തന്നെ ബനാന, ഇവയൊക്കെ നമുക്ക് ടിഷ്യൂ കൾച്ചർ വഴി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓർക്കിഡ് പോലുള്ള പ്ലാന്റ്സ് അതായത് പ്രൊഡക്ഷൻ സീഡ് വഴി പ്രൊഡക്ഷൻ സാധ്യമല്ലാത്ത ഓർക്കിഡ് പോലുള്ള പ്ലാന്റ്സിനെ നമുക്ക് ടിഷ്യൂ കൾച്ചർ വഴി ഫ്ലോറികൾച്ചർ രംഗത്തും അഗ്രികൾച്ചർ രംഗത്തും ഒക്കെ ടിഷ്യൂ കൾച്ചറിന് വളരെ പ്രാധാന്യമുണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ടിഷ്യൂ കൾച്ചറിൽ പഠിക്കേണ്ടത്. ഈ ചാപ്റ്ററിൻ്റെ അവസാനം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. അതായത് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ്റെ പ്രത്യേകത, രണ്ട് വ്യത്യസ്ത പ്ലാന്റ്സിനെ തമ്മിൽ ക്രോസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതുവരെ ഒരേ ടൈപ്പിലുള്ള പ്ലാന്റ്സിനെ അതിൻ്റെ ക്വാളിറ്റീസിൽ, ക്യാരക്ടേഴ്സിൽ വ്യത്യാസപ്പെടുത്തുകയാണ് പ്ലാന്റ് ബ്രീഡിംഗ് ആയാലും ടിഷ്യൂ കൾച്ചർ ആയാലും അതിലൊക്കെ ചെയ്യുന്നത്. പക്ഷേ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ്റെ പ്രത്യേകത, രണ്ട് വ്യത്യസ്ത ജീനസിൽപ്പെട്ട പ്ലാന്റ്സിനെ തമ്മിൽ ക്രോസ് ചെയ്യുന്നു. അതിൻ്റെ പ്രോട്ടോപ്ലാസത്തെ തമ്മിൽ ക്രോസ് ചെയ്തുകൊണ്ട് പുതിയൊരു വെറൈറ്റി പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്. എക്സാമ്പിൾ ഞാൻ പറയാം, അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. എന്താണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് ചോദിച്ചാൽ, എ ഹൈബ്രിഡ് പ്ലാന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഫ്യൂഷൻ ഓഫ് സൊമാറ്റിക് സെൽസ് ഓഫ് ടു ഡിഫറൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ്. ശ്രദ്ധിച്ചേക്കുക, എ ഹൈബ്രിഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് സൊമാറ്റിക് സെൽസ് ഓഫ് ടു ഡിഫറൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഈച്ച് ഹാവിങ് എ ഡിസൈറബിൾ ക്യാരക്ടേഴ്സ്. രണ്ട് ക്വാളിറ്റിയുള്ള രണ്ട് വ്യത്യസ്ത പ്ലാന്റ്സിനെ തമ്മിൽ ഫ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് അതിൻ്റെ സെല്ലുകളെ, പ്രോട്ടോപ്ലാസത്തെ തമ്മിലാണ് ഫ്യൂസ് ചെയ്ത് ഒരു ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ടാക്കാൻ പറ്റും. ഇത്തരത്തിൽ ഫ്യൂസ് ചെയ്ത് കിട്ടുന്ന
ആ സെല്ലിന് വിളിക്കുന്ന പേരാണ് സൊമാറ്റിക് ഹൈബ്രിഡ്, അല്ലെങ്കിൽ ആ പ്ലാന്റിന് വിളിക്കുന്ന പേരാണ് സൊമാറ്റിക് ഹൈബ്രിഡ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അതായത് പൊട്ടറ്റോ എന്ന പ്ലാന്റിനെയും ടൊമാറ്റോ എന്ന മറ്റൊരു പ്ലാന്റിനെയും, രണ്ട് വ്യത്യസ്ത പ്ലാന്റ്സ് ആണ്. ഇവയുടെ രണ്ട് സെല്ലുകളെടുത്ത് ഫ്യൂസ് ചെയ്ത് ഒറ്റ സെല്ലാക്കി, അതായത് ഒറ്റ പ്രോട്ടോപ്ലാസമാക്കി മാറ്റുന്നു. ബാക്കി ടിഷ്യൂ കൾച്ചർ രീതിയിൽ തന്നെ കൾച്ചർ മീഡിയത്തിൽ പ്ലാന്റിലെറ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നു. മനസ്സിലായല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇതിനെയാണ്, അപ്പോൾ പൊട്ടറ്റോയും ടൊമാറ്റോയും തമ്മിൽ ഫ്യൂസ് ചെയ്ത് കിട്ടുന്ന പുതിയൊരു പ്ലാന്റാണ് പൊമാറ്റോ. എന്താ പറയുന്നത്? പൊട്ടറ്റോയും ടൊമാറ്റോയും ചേരുമ്പോൾ വ്യത്യസ്ത പ്ലാന്റ്സ് ആണ്, രണ്ടും കൂടി ചേരുമ്പോൾ നമുക്ക് മറ്റൊരു പുതിയ പ്ലാന്റ് കിട്ടുന്നു. എന്താ പ്ലാന്റിൻ്റെ പേര്? പൊമാറ്റോ. ഓക്കെ, പൊമാറ്റോ കിട്ടുന്നു. പൊമാറ്റോയുടെ പ്രത്യേകത, അതിൽ തന്നെ ടൊമാറ്റോയും ഉണ്ടാവും, അതുപോലെ പൊട്ടറ്റോയും ഉണ്ടാവും. ഹൈ ഗ്രോത്ത് റേറ്റ് ആയിരിക്കും, റെസിസ്റ്റിംഗ് പവറൊക്കെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷനിൽ പഠിക്കേണ്ടത്. ഇതോടെ ഈ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. ഓക്കെ, താങ്ക്സ്.